നമ്മളെല്ലാവരും എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒന്നാണ് മൺസൂൺ അല്ലേ? പക്ഷേ ഈ മൺസൂൺ എന്ന് പറയുന്നത് വെറുമൊരു മഴക്കാലം മാത്രമല്ല കേട്ടോ. അതിന്റെ പിന്നിൽ വലിയൊരു നാടകം തന്നെയുണ്ട്. ഭൂമിയും ആകാശവും ഒക്കെ ഒരുമിക്കുന്ന ഒരു ഗംഭീര സ്റ്റേജ് പെർഫോമൻസ്. അപ്പോ ആ നാടകത്തിന്റെ അണിയര രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? തുടങ്ങാം. നമ്മൾ എപ്പോഴും കാലാവസ്ഥയെപ്പറ്റി സംസാരിക്കും. ഇന്നത്തെ മഴ, നാളത്തെ വെയില്, അങ്ങനെയൊക്കെ. പക്ഷേ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു രാജ്യത്തിന്റെ മൊത്തം കാലാവസ്ഥയെ വർഷങ്ങളായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു വലിയ സിസ്റ്റമില്ലേ? അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? വെറുതെ കുറേ കാരണങ്ങൾ മാത്രമല്ല, അതിന് കൃത്യമായ ഒരു ഘടനയുണ്ട്, ഒരു ആർക്കിടെക്ചർ തന്നെയുണ്ട്. വാ, നമുക്ക് ആ ഡിസൈൻ ഒന്ന് അടുത്തറിയാം. ഇതാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ ഒരു താക്കോലെന്ന് പറയുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇന്ത്യയുടെ കാലാവസ്ഥ ഒരു വലിയ നാടകമാണ്. അതിനൊരു സ്റ്റേജുണ്ട്, അതിൽ അഭിനയിക്കാൻ ആളുകളുണ്ട്, സ്പെഷ്യൽ എഫക്റ്റുകളുണ്ട്, പോരാത്തതിന് ഒരു ഡയറക്ടർ വരെയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ നാടകം തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം. നമ്മളിവിടെ സംസാരിക്കുന്നത് ക്ലൈമറ്റിനെ പറ്റിയാണ്, വെതറിനെ പറ്റിയല്ല. അതായത് ഇന്നത്തെ മഴയോ വെയിലോ അല്ല വിഷയം, മറിച്ച് ഒരു സ്ഥലത്തൊരു 30 കൊല്ലം കൊണ്ടൊക്കെ രൂപപ്പെടുന്ന ഒരു ശരാശരി സ്വഭാവമില്ലേ, അതാണ് സംഗതി. ഇതാണ് നമ്മുടെ നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഏതൊരു പെർഫോമൻസിനും ആദ്യം വേണ്ടത് നല്ലൊരു സ്റ്റേജാണല്ലോ, അല്ലേ? അപ്പോ നമ്മുടെ ഈ ഇന്ത്യൻ മൺസൂൺ എന്ന നാടകം നടക്കുന്ന ആ സ്റ്റേജ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ? നമ്മുടെ ഈ സ്റ്റേജിന്റെ ഒരു ബേസിക് സ്വഭാവം തീരുമാനിക്കുന്നത് ലാറ്റിറ്റ്യൂഡാണ്, അതായത് അക്ഷാംശം. ഇന്ത്യയുടെ ഏകദേശം നടുവിലൂടെ പോകുന്ന ഈ ഉത്തരായന രേഖ രാജ്യത്തെ രണ്ടായിട്ട് അങ്ങ് മുറിക്കുകയാണ്. അതിന്റെ തെക്കുവശം ട്രോപ്പിക്കൽ സോണിലും വടക്കുവശം സബ് ട്രോപ്പിക്കൽ സോണിലുമാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ തിയേറ്ററിലെ ബേസിക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ഈ ലൈനാണ്. ഇനി നമ്മുടെ സ്റ്റേജിന്റെ പിന്നില് ഭീമാകാരമായൊരു കർട്ടനുണ്ട്. അതാണ് നമ്മുടെ ഹിമാലയം. ഈ പടുകൂറ്റൻ കർട്ടന് 2 പ്രധാനപ്പെട്ട ജോലികളുണ്ട്. ഒന്നാമത്തത്, മധ്യേഷ്യയിൽ നിന്ന് വരുന്ന ആ കുടും തണുപ്പുള്ള കാറ്റില്ലേ, അതിനെ ഒരു മതിൽ പോലെ തടഞ്ഞു നിർത്തും. രണ്ടാമത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്ന ഈർപ്പം നിറഞ്ഞ മൺസൂൺ കാറ്റിനെ പുറത്തേക്ക് വിടാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി മഴയായി പെയ്യിക്കും. ഒരു ഗംഭീര സെറ്റപ്പല്ലേ? നമ്മുടെ ഈ ഷോയ്ക്ക് എനർജി കൊടുക്കുന്ന എഞ്ചിൻ എന്താണെന്നറിയോ? കരയും കടലും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. സംഗതി സിമ്പിളാണ്. കര വേഗം ചൂടാകും, വേഗം തണുക്കും. അപ്പോൾ വേനൽക്കാലത്ത് കര പെട്ടെന്ന് ചൂടായി അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാവും. അതേസമയം കടല് പതുക്കെ ചൂടാവൂ, അപ്പോൾ അവിടെ ഹൈ പ്രഷറായിരിക്കും. ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റടിക്കില്ലേ, അത് തന്നെ. ഈ ഒരു പ്രഷർ വ്യത്യാസമാണ് മൺസൂൺ കാറ്റുകളെ ഇന്ത്യയിലേക്ക് അങ്ങ് വലിച്ചെടുപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റേജിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി അതിലെ ചില സപ്പോർട്ടിംഗ് സെറ്റ് പീസുകൾ നോക്കാം. ഉദാഹരണത്തിന്, കടലിൽ നിന്ന് എത്ര ദൂരമുണ്ട് എന്നത് വലിയൊരു ഘടകമാണ്. തീരപ്രദേശത്ത് ഒരു മിതമായ കാലാവസ്ഥയായിരിക്കും, പക്ഷേ ഉൾനാടുകളിലേക്ക് പോകുന്തോറും ചൂടും കൂടും, തണുപ്പും കൂടും. അതുപോലെ ഒരു സ്ഥലത്തിന്റെ ഉയരം ഒരേ ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ പോലും ആഗ്രയേക്കാൾ എത്രയോ തണുപ്പാണ് ഡാർജിലിംഗിന്. കാരണം ഡാർജിലിംഗ് ഒരുപാട് ഉയരത്തിലാണ്. പിന്നെ ഭൂപ്രകൃതി, ഇതെല്ലാം നാടകത്തിലെ ഓരോ സീനിനെയും സ്വാധീനിക്കുന്ന ചെറിയ പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കേ, അപ്പോ സ്റ്റേജ് സെറ്റായി. ഇനി ആരെയാണ് നമുക്ക് വേണ്ടത്? അഭിനേതാക്കളെ. ഈ നാടകത്തിലെ പെർഫോമേഴ്സ്, അതായത് അന്തരീക്ഷമർദ്ദവും കാറ്റുകളും. ഇനി വേദിയിലേക്ക് വരാൻ സമയമായി. ഇവരാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നാടകത്തിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മൺസൂൺ കാറ്റുകൾ. ഇതിന്റെ എല്ലാം തുടക്കം ITCZ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്നാണ്. അതായത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ഒരു ലോ പ്രഷർ ബെൽറ്റാണിത്. വേനൽക്കാലത്ത് സൂര്യൻ വടക്കോട്ട് നീങ്ങുമ്പോൾ ഈ ലോ പ്രഷർ ബെൽറ്റും പതിയെ ഇന്ത്യയുടെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ സംഭവിക്കുന്നത് ഒരു മാജിക്കാണ്. ഒരു ഭയങ്കര ശക്തിയുള്ള വാക്വം ക്ലീനർ പോലെ ഈ ലോ പ്രഷർ സോൺ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റുകളെ മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മൺസൂൺ ഇവിടെ എത്തുന്നു. പ്രധാന നടന്മാർ മാത്രമല്ല, ഈ നാടകത്തില് ആകാശത്ത് ചില ഹൈ ഫ്ലൈയിങ് ആക്രോബാറ്റ്സ് കൂടിയുണ്ട്. അതാണ് ജെറ്റ് സ്ട്രീമുകൾ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലൂടെ ചീറിപ്പായുന്ന ഈ കാറ്റുകളാണ് നമ്മുടെ ഷോയുടെ പേസും ടൈമിങ്ങും ഒക്കെ മുകളിലിരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ശൈത്യകാലത്ത് വരുന്ന വെസ്റ്റേർലി ജെറ്റ് സ്ട്രീമും മൺസൂണിനെ സഹായിക്കുന്ന ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീമും, ഇവരില്ലാതെ കളിയില്ല. ഇതുവരെ എല്ലാം ഒരു ഓർഡറിലാണ് പോയിരുന്നതല്ലേ? എന്നാൽ ഇടയ്ക്ക് കുറച്ച് ഡ്രാമ വേണ്ടേ? അപ്പം നമ്മുടെ ഷോയിലേക്ക് കുറച്ച് നാടകീയതയും സ്പെഷ്യൽ എഫക്റ്റുകളും കൊണ്ടുവരുന്ന ചില ഗസ്റ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. അവരാണ് സൈക്ലോണുകൾ, അഥവാ ചുഴലിക്കാറ്റുകൾ. പ്രധാനമായും 2 തരം ഡ്രാമയാണ് ഇവർ സ്റ്റേജിൽ കൊണ്ടുവരുന്നത്.
ഒന്നാമത്തേത് ശൈത്യകാലത്ത് വരുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. ഇത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുടങ്ങി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മഴ പെയ്ക്കും. അവിടുത്തെ കൃഷിക്കൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തേത് നമുക്കെല്ലാവർക്കും പേടിയുള്ള ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ. ഇത് കൂടുതലും ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടാകുന്നത്. മൺസൂൺ സമയത്ത് വന്ന് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒന്നാണിത്. അപ്പോ ഇന്ത്യ എന്ന ഈ സ്റ്റേജിൽ നടക്കുന്ന ഈ പെർഫോമൻസ് ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലാട്ടോ. ഇതിന്റെ എല്ലാം സ്ക്രിപ്റ്റില് ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഗ്ലോബൽ ഡയറക്ടർ കൂടിയുണ്ട്. സ്റ്റേജിന് പുറത്തുനിന്ന് കളി നിയന്ത്രിക്കുന്ന ഒരാൾ. ആ ഗ്ലോബൽ ഡയറക്ടറുടെ പേരാണ് എൽ നിന്നോ. പസഫിക് സമുദ്രത്തിലെ വെള്ളം സാധാരണയിലും കൂടുതൽ ചൂടാകുന്ന ഒരു പ്രതിഭാസമാണിത്. നിങ്ങൾ വിചാരിക്കും അങ്ങ് പസഫിക്കിൽ നടക്കുന്ന കാര്യം ഇവിടെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നല്ലേ? പക്ഷേ അതിന്റെ എഫക്റ്റ് ലോകം മുഴുവനെത്തും. എൽ നിന്നു വരുന്ന വർഷങ്ങളിൽ നമ്മുടെ മൺസൂൺ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെ ചിലപ്പോൾ മാറ്റിയെഴുതേണ്ടി വരും. അത് ഇന്ത്യൻ മൺസൂണിനെ ദുർബലമാക്കാം, ചിലപ്പോൾ മഴ കുറയാനും കാരണമാകാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഡയറക്ടർ വിചാരിച്ചാൽ ഷോയുടെ ക്ലൈമാക്സ് വരെ മാറ്റാൻ പറ്റും. അപ്പോ നമ്മുടെ ഈ ഗംഭീര പെർഫോമൻസിലെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ? സ്റ്റേജ് ഒരുക്കിയത് ലാറ്റിറ്റ്യൂഡ്, ഹിമാലയം, കര, കടൽ, പിന്നെ ഭൂപ്രകൃതി. പെർഫോം ചെയ്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മൺസൂൺ കാറ്റുകളും അക്രോബാറ്റ്സായ ജെറ്റ് സ്ട്രീമുകളും. സ്പെഷ്യൽ എഫക്ട്സ്, സൈക്ലോണുകൾ, പിന്നെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഡയറക്ടർ എൽ നിനോയെപ്പോലുള്ള ഗ്ലോബൽ പ്രതിഭാസങ്ങൾ. ഇത്രയും പേർ ചേരുമ്പോഴാണ് ഇന്ത്യൻ മൺസൂൺ എന്ന മഹാനാടകം പൂർത്തിയാകുന്നത്. ഈയൊരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആഗോള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ഈ ഗംഭീര നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഭാവിയിൽ എങ്ങനെയായിരിക്കും മാറ്റിയെഴുതപ്പെടുക? കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? അടുത്ത തവണ നിങ്ങൾ ജനലിലൂടെ മഴ പെയ്യുന്നത് കാണുമ്പോൾ ഓർക്കുക, നിങ്ങൾ കാണുന്നത് വെറുമൊരു മഴയല്ല, മറിച്ച് അതിഗംഭീരമായ ഒരു നാടകത്തിന്റെ ക്ലൈമാക്സാണ്.